യൂറോപ്പിലാകെ കടുത്ത ആശങ്ക വിതച്ചുകൊണ്ട് ദക്ഷിണ സ്പെയിനിൽ ആളിപ്പടരുന്ന അതിഭീകരമായ കാട്ടുതീയിൽ ഇതുവരെ 12 പേർ മരണപ്പെടുകയും 23 പേരെ കാണാതാകുകയും ചെയ്തതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിലൊന്നായി മാറിയിരിക്കുന്ന ഈ കാട്ടുതീയെ നിയന്ത്രണ വിധേയമാക്കാൻ നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ കഠിന ശ്രമം തുടരുകയാണ്. സ്പെയിനിലെ അന്തലൂസിയ പ്രവിശ്യയാണ് ഈ ദുരന്തം ഏറ്റവും മാരകമായി ബാധിച്ചിരിക്കുന്നത്. മേഖലയിലെ ആരോഗ്യ അടിയന്തരകാര്യ മന്ത്രിയായ അന്റോണിയോ സാൻസ് ഈ ദുരന്തത്തെ അന്തലൂസിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരമായ കാട്ടുതീ എന്നാണ് വിശേഷിപ്പിച്ചത്. ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും ഉയർന്നേക്കാമെന്ന ഭീതിയിലാണ് പ്രാദേശിക ഭരണകൂടം. തീ പടരുന്ന വേഗതയും കനത്ത പുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ വിദേശ പൗരന്മാരായിരിക്കാമെന്നാണ് മന്ത്രി അന്റോണിയോ സാൻസ് വ്യക്തമാക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവധിക്കാലം ചിലവഴിക്കാനുമായി ഈ മേഖലയിലെത്തിയ വിനോദസഞ്ചാരികളാണ് കാട്ടുതീയുടെ പെട്ടെന്നുള്ള ആളിപ്പടരിൽ കുടുങ്ങിപ്പോയത്. ദുരന്തത്തിന്റെ ഏറ്റവും ദാരുണമായ ഒരു കാഴ്ച രക്ഷാപ്രവർത്തകർ കണ്ടത് പൂർണ്ണമായും കത്തിയമർന്ന ഒരു കാറിനുള്ളിലായിരുന്നു. ആ കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ 4 പേരുടെ മൃതദേഹങ്ങളാണ് അഗ്നിശമന സേനാംഗങ്ങൾ കണ്ടെടുത്തത്. തീ വിഴുങ്ങുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവർക്ക് കാട്ടുതീയുടെ വേഗതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ 4 ഇരകളും ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നാണ് പ്രാദേശിക ഭരണകൂടം സംശയിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനം വലതുവശത്ത് ഡ്രൈവിംഗ് സീറ്റിലുള്ളതായിരുന്നുവെന്ന വസ്തുതയാണ് ഈ നിഗമനത്തിലേക്ക് നയിക്കാൻ മന്ത്രി സാൻസിനെ പ്രേരിപ്പിച്ചത്. UK പോലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങളിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് എന്നതിനാൽ മരിച്ചവരുടെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ ബ്രിട്ടീഷ് എംബസിയുമായി ചേർന്ന് സ്പാനിഷ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യൂറോപ്പിലുടനീളം നിലനിൽക്കുന്ന കടുത്തതും ദീർഘിച്ചതുമായ ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിനാശകരമായ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദക്ഷിണ സ്പെയിനിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് രേഖപ്പെടുത്തിയത്. അന്തരീക്ഷത്തിലെ ഈ കടുത്ത ചൂടും വരൾച്ചയും ചെറിയൊരു തീപ്പൊരിയെ പോലും നിമിഷങ്ങൾക്കകം വലിയൊരു ദുരന്തമാക്കി മാറ്റാൻ തക്കവണ്ണം സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. കടുത്ത ചൂടിനൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റും അഗ്നിശമന സേനയുടെ നീക്കങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നുണ്ട്. പർവ്വത മേഖലകളിലെ ദുർഘടമായ ഭൂപ്രകൃതി കാരണം അഗ്നിശമന വാഹനങ്ങൾക്ക് പലയിടങ്ങളിലും യഥാസമയം എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഹെലികോപ്റ്ററുകളും പ്രത്യേക വിമാനങ്ങളും ഉപയോഗിച്ച് മുകളിൽ നിന്ന് വെള്ളമൊഴിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ജനവാസ മേഖലകളെ സംരക്ഷിക്കുന്നതിനായി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഈ ഉഷ്ണതരംഗം കേവലം സ്പെയിനിനെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, മറിച്ച് ദക്ഷിണ യൂറോപ്പിനെയാകെ വലിയ തോതിലുള്ള കാട്ടുതീ പടർന്നു പിടിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. സ്പെയിനിന് പുറമെ അയൽ രാജ്യങ്ങളായ ഫ്രാൻസിലും പോർച്ചുഗലിലും സമാനമായ രീതിയിൽ വലിയ കാട്ടുതീ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് ഫ്രാൻസിലും പോർച്ചുഗലിലും ആയിരക്കണക്കിന് ആളുകളെയാണ് തങ്ങളുടെ വീടുകളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അടിയന്തരമായി ഒഴിപ്പിച്ചത്. കാട്ടുതീ ജനവാസ മേഖലകളിലേക്ക് പടരാതിരിക്കാൻ ഈ രാജ്യങ്ങളിലെ സൈന്യവും അഗ്നിശമന സേനയോടൊപ്പം ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്പെയിനിലെ അന്തലൂസിയയിൽ കാണാതായ 23 പേർക്കായുള്ള തിരച്ചിൽ അതീവ സങ്കീർണമായ ഘട്ടത്തിലാണ്. തീ പൂർണ്ണമായി മണയ്ക്കാത്ത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് യൂറോപ്പിൽ ഇപ്പോൾ ദൃശ്യമാകുന്നതെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഉഷ്ണതരംഗത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും വേനൽക്കാലം കൂടുതൽ ദീർഘിക്കുകയും ചെയ്യുന്നു. ഈ ദുരന്തം സ്പെയിനിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ദക്ഷിണ സ്പെയിനിലെ കടലോര പ്രവിശ്യകളും മലയോര ഗ്രാമങ്ങളും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാണ്. എന്നാൽ കാട്ടുതീ ഭീതിയെ തുടർന്ന് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ ഇവിടം വിട്ടുപോകുന്നതും ബുക്കിംഗുകൾ റദ്ദാക്കുന്നതും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. യൂറോപ്യൻ യൂണിയൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സ്പെയിനും പോർച്ചുഗലിനും ഫ്രാൻസിനും അത്യാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക അഗ്നിശമന വിമാനങ്ങളും സാങ്കേതിക സഹായവും ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കൂടി താപനില ഉയർന്ന നിലയിൽ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഇത് അഗ്നിശമന സേനാംഗങ്ങളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. സ്പെയിനിലെ ഈ കില്ലർ കാട്ടുതീ ലോകത്തിന് മുന്നിൽ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിൽ മനുഷ്യന്റെ സകല സജ്ജീകരണങ്ങളും പതറുന്ന കാഴ്ചയാണ് അന്തലൂസിയയിൽ കാണുന്നത്.
കാണാതായവർക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ തന്നെ വരും ദിവസങ്ങളിലെ കാലാവസ്ഥയും കഠിന ശ്രമങ്ങളും മാത്രമായിരിക്കും ഈ ദുരന്തത്തിന്റെ അന്തിമ വ്യാപ്തി നിശ്ചയിക്കുക.